ഈ ബിരിയാണിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൽ വേറെ മസാലാസ് ഒന്നുമില്ല, വെറും ഗരം മസാലയും മഞ്ഞളും മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇതിൽ എനിക്ക് തോന്നുന്നു ബിരിയാണിയിൽ നമ്മൾ അതിൻ്റെ രുചി കൊണ്ടുവരുന്നത് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, അതാണ് ബിരിയാണിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബിരിയാണിക്കകത്ത് ഞാൻ വറുത്ത ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത ആ നെയ്യും വെളിച്ചെണ്ണയുള്ള ആ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഉള്ളി കനം കുറഞ്ഞത് അരിഞ്ഞത് ഇട്ട് വറുത്ത് കോരിയെടുക്കുക. അതിനകത്തോട്ട് തക്കാളി ഇട്ട് വഴന്നാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇടാം. അതിന് ശേഷം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഈ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളി, കറിവേപ്പില, മല്ലിയുടെ ഇല, പുതിനയുടെ ഇല, ചിക്കൻ, ഉപ്പ് ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളം വരും, അത് വറ്റിച്ചെടുക്കുക. ആ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടച്ച് വെച്ച് വേവിക്കരുത് കേട്ടോ. പിന്നെയും വെള്ളം വന്ന് അതിൽ കുറേ ഒരു കുളിക്കാനും മാത്രം വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് അതിന് നിൽക്കണ്ട. ഒന്ന് വെള്ളം ഊർന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് വേവിക്കുക കേട്ടോ. പിന്നെ അരി എടുക്കുമ്പോൾ നല്ല ചെറിയ അരി എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റിന്. ഞാൻ അധികം ജീരകശാല അരിയാട്ടോ എടുക്കാറ്. എനിക്കതാണ് കൈമ അങ്ങനത്തെ ആ 2 അരിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് കേട്ടോ. എനിക്കതാണ് ഭയങ്കര സ്മെല്ലല്ലേ, അങ്ങനെ എടുക്കാറ് കേട്ടോ. അപ്പം അരി നിങ്ങൾ കുതിർക്കുകയാണെങ്കിൽ വറുത്തെടുക്കണം. നമ്മൾ ഈ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ജീരകം, കുരുമുളക് ഇതൊക്കെ ഒന്ന് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുമല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ, റൈസ് ഉണ്ടാക്കുന്നതിന് മുന്നേ. അതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടെ അരിഞ്ഞിട്ട് അത് വഴന്നേൽ ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ടു. നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച അരിയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ഒന്ന് വറുത്തെടുക്കണം. അരി പൊട്ടണ ഒരു പാകത്തിൽ വറുത്തെടുക്കണം. ഞാനിപ്പം ജസ്റ്റ് ഒന്ന് ഊറ്റിയെടുത്തത് അതുകൊണ്ട് അങ്ങനെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടായതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണുള്ളത് അളവ്. വെള്ളം തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കി കല്ലുപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ചെറുനാരങ്ങ നീരും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെച്ച് സിമ്മിലിട്ടു. കുറേ കഴിയുമ്പോൾ അത് വെന്ത് വന്നോളും. ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കണം കേട്ടോ. അരി വെന്ത് വന്നു വെള്ളം വറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കുക. ദമ്മിട്ടത് മാറ്റണ്ട, ദമ്മന്നെ ഇട്ട് വെച്ച് വയ്ക്കുക. പിന്നെ ഞാനിവിടെ ഒരു സൂത്രപ്പണി ചെയ്തതെന്ന് വെച്ചാൽ പാലിനകത്ത് കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ദമ്മിടുമ്പോൾ ഒഴിച്ചിട്ടോ. അത് ഫ്ലേവർ കുറച്ചും കൂടെ കൂട്ടും, അതുകൊണ്ടാട്ടോ.